ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ പല ആൾക്കാർ കാണുന്നതുകൊണ്ട് ഇപ്പൊ ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് വീഡിയോ ഒക്കെ സ്റ്റോപ്പ് ചെയ്യണമെന്നൊക്കെ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. കാരണം ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻസ് കുറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ പ്ലെയിൻ ആയിട്ടൊരു കാര്യം നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള ഒരു വ്യൂ പറയും. ലെവലിൽ ബ്രേക്ക് ചെയ്താൽ താഴോട്ട് എവിടെ പോകും, അപ്സൈഡ് ബ്രേക്ക് ചെയ്താൽ എങ്ങോട്ട് പോകും, ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് കളിക്കും. ഈ ഒരു കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് ഈ മറ്റേ അമേരിക്കയിൽ അവിടെ ഇത് സംഭവിച്ചു, ഇവിടെ സംഭവിച്ചു, അല്ലെങ്കിൽ ആ ന്യൂസിൽ ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എല്ലാവരും പറയുമ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ച് വേണ്ടത് എന്താണ്? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇത് ഏതിന് മുകളിൽ നിന്നാൽ വാങ്ങണം, ഏതിന് താഴെ നിന്നാൽ സെല് ചെയ്യണം എന്നുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടുകയും നിങ്ങൾക്ക് അത് ഫോളോ ചെയ്താൽ മാത്രം മതി. ന്യൂസ് തരാൻ വേണ്ടി ഇഷ്ടംപോലെ ചാനലുകളും വീഡിയോസും പോഡ്കാസ്റ്റും എല്ലാം നടക്കുന്നുണ്ട്. ഞാൻ ചുമ്മാ അത് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തരേണ്ടത് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് എന്റെ വീഡിയോയ്ക്കകത്ത് പ്യൂർലി ഞാൻ ട്രേഡിങ്ങിന്റെ കാര്യങ്ങൾ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള എന്താണ് ഡേ ടൈപ്പ്, എന്താണ് മന്ത് ഒന്ന് സംഭവിച്ചത്, മാർക്കറ്റിൽ എന്താണ് ഈ ഒരു നാളത്തേക്കുള്ള ലെവൽസും അത്ര കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ടും ഞാൻ അത് മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. പിന്നെ പലരും ചോദിക്കാറുണ്ട് ഗോൾഡിന്റെയും മറ്റേ വീഡിയോനെ കുറിച്ചൊക്കെ, ഫോറക്സിനെ കുറിച്ചൊക്കെ ആ വീഡിയോയുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ. കാരണം ഞാൻ ഫോറക്സും പ്രത്യേകിച്ച് ഇന്റർനാഷണൽ മാർക്കറ്റ് ഞാൻ ട്രേഡ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ആ ടൈം ഫ്രെയിമിന്റെ കാൽക്കുലേഷനും കുറച്ച് കാര്യങ്ങളും കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നിങ്ങനെ സ്ട്രീം ലൈൻ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വന്നത് പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു അറിയിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിനെ വെച്ചുള്ള വിദ്യാരംഭ പുതിയൊരു ബാച്ച് ഈ ഒക്ടോബർ മാസം ഇത് നവരാത്രി ആയതുകൊണ്ട് ഞാൻ ഇന്ന് അറിയിക്കുകയാണ്, തുടങ്ങാൻ പോവുകയാണ്. സോ മാർക്കറ്റ് പ്രൊഫൈൽ വച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണം, എന്റെ കൂടെ ലൈവ് ആയിട്ടിരുന്ന് മാർക്കറ്റിനെ മെന്റർ ചെയ്ത് പഠിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം. ഞാൻ ഈ മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ വെച്ചുള്ള ട്രേഡ് സെറ്റപ്പിൽ പറഞ്ഞു തരും, ട്രേഡിന്റെ കാര്യങ്ങൾ ചെയ്യാം, ട്രേഡ് പഠിക്കാം, ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് ആ സൈക്കോളജിയെ കൺട്രോൾ ചെയ്യാം, ലൈവായിട്ട് കുറേ ആൾക്കാരുടെ കൂടെ ഇരുന്ന് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പിന്നെ മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോയുടെ ബേസിക്സ് തൊട്ട് അഡ്വാൻസ് വരെ ഞാൻ പഠിപ്പിക്കുന്നതാണ്. സോ അതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തമിഴിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. സോ നമുക്ക് നോക്കേണ്ടത് മാർക്കറ്റ്. നമ്മുടെ മാർക്കറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഒരു മിഡ് ക്യാപ് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ് നിഫ്റ്റി നമ്മുടെ എല്ലാ ലെവലും നമ്മുടെ 1360 ബെയറിഷ് റെഫറൻസ് വന്നത്. മിഡ് ക്യാപ് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ 1360 ആ ഒരു ബെയറിഷ് റെഫറൻസ് പൊട്ടാൻ വേണ്ടി ശ്രമിച്ചു. ആ ഒരു ഭാഗത്തൊക്കെ തന്നെ കിടന്ന് കളിച്ചതിന് ശേഷം തിരിച്ച് ഒരു 1373 ഭാഗത്തൊക്കെ തന്നെ നമുക്ക് കിടന്ന് ക്ലോസ് ചെയ്യും. അപ്പൊ 1360 മിഡ് ക്യാപിനെ സംബന്ധിച്ച് നമുക്ക് എന്താണ് ഒരു സെല്ലിംഗ് വന്നത്. മിഡ് ക്യാപ് സെല്ലിംഗ് നിങ്ങൾ എടുത്താലും ട്രിഗർ ചെയ്താലും ഫസ്റ്റ് ടാർഗറ്റ് വന്നിരിക്കുന്നത് 1326 ഫസ്റ്റ് ടാർഗറ്റ്. മിഡ് ക്യാപിന്റെ ലോ എന്ന് പറഞ്ഞാൽ 1327 വരെ പോയി. ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ് സെല്ല് ട്രിഗർ ആയിട്ട്, കാരണം ഞാൻ പറഞ്ഞില്ല എപ്പോഴും ലെവൽ ട്രേഡ് ചെയ്ത് മാർക്ക് ചെയ്യുമ്പോഴേക്കും ചാർട്ടിൽ വീണ്ടും ചേഞ്ച് വരുന്നുണ്ട്. സോ മിഡ് ക്യാപിനെ നമ്മൾ നോക്കിയാൽ മിഡ് ക്യാപ് ആ ബെയറിഷ് റെഫറൻസ് പൊട്ടി ഫസ്റ്റ് ടാർഗറ്റ് തന്നായിരുന്നു. അതേപോലെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. നമ്മുടെ ബാങ്ക് നിഫ്റ്റി നോക്കിയാലും ഈ ബാങ്ക് നിഫ്റ്റി കൃത്യമായി നോക്കിയാലും ബാങ്ക് നിഫ്റ്റിയും ഒരു നമ്മളെ ബെയറിഷ് റെഫറൻസ് പൊട്ടിയിട്ടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു ബാങ്ക് നിഫ്റ്റി ന്യൂട്രൽ സ്റ്റീം ഡൗൺ ആയതുകൊണ്ട് ആ ബെയറിഷ് റെഫറൻസ് പൊട്ടണത് കുറച്ച് പാടാണെന്ന് പറഞ്ഞു. ബാങ്ക് നിഫ്റ്റി 55-200 ഭാഗത്തൊക്കെ ഒന്നും പൊട്ടി മാർക്കറ്റ് ആ ഭാഗത്തൊക്കെ സപ്പോർട്ട് എടുത്താണ് ബാങ്ക് നിഫ്റ്റി കയറിപ്പോയത്. അതേസമയം നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ നിഫ്റ്റിയെ കുറിച്ച് പറയുമ്പോൾ നിഫ്റ്റിയുടെ ആ ഒരു ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ആ ഒരു ആ ഒരു റെഫറൻസ് ലെവലൊക്കെ പൊട്ടിയാണ് നിഫ്റ്റി താഴേക്ക് വന്നത്. നിഫ്റ്റി നോക്കി കഴിഞ്ഞാൽ 25,132 താഴെ സെല്ല്, 25,84 ഫസ്റ്റ് ടാർഗറ്റ്, 25,40 സെക്കൻഡ് ടാർഗറ്റ്. നിഫ്റ്റി നോക്കിയാൽ 25,184 പൊട്ടി ഓൾമോസ്റ്റ് ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റിന്റെ ആ ഭാഗം അടുപ്പിച്ചൊക്കെ വരെ. സെക്കൻഡ് ടാർഗറ്റ് 84 ലോ അടിച്ചത് 25. കൃത്യം പറഞ്ഞ സെക്കൻഡ് ടാർഗറ്റ് ഒരു നിഫ്റ്റി. അപ്പൊ നിഫ്റ്റി നമ്മുടെ ലെവൽ ട്രേഡിങ്ങിന്റെ ലെവൽ പൊട്ടി താഴേക്ക് ഇറങ്ങി ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് തന്നു, മിഡ് ക്യാപ്പ് ഫസ്റ്റ് ടാർഗറ്റ് തന്നു. ബാങ്ക് നിഫ്റ്റി ആ ഭാഗത്ത് തന്നെ കിടന്ന് കളിച്ച് റിവേഴ്സ് ചെയ്ത് തരികയാണ് ചെയ്തത്. ചുരുക്കി പറയാം ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് മിഡ് ക്യാപ്പിലും ട്രേഡ് കിട്ടിയ ഒരു ദിവസവും കൂടെ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് നോക്കേണ്ടത് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ പ്യൂർലി ഒരു നോർമൽ ഡേ ആണ്. ഒരു ചെറിയൊരു ഒരു പാളിച്ച എക്സ്ചേഞ്ച് വന്നെങ്കിൽ കൂടെ പ്യൂർലി ഒരു നോർമൽ ഡേ ആണ് വന്നേക്കുന്നത്. POC ഫോം ചെയ്യിക്കുന്ന 13,071 ഭാഗത്താണ് മിഡ് ക്യാപ്പിന്റെ POC ഫോം ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ആദ്യം എന്ത് ചെയ്യാം, മിഡ് ക്യാപ്പിന്റെ POC മാറ്റാം. 13,071 മിഡ് ക്യാപ്പിന്റെ POC. 13,071 POC വന്നിരിക്കുന്നത്. അത് ഞാൻ ഇന്ന് മാർക്ക് ചെയ്യും. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കിയാൽ 13,134 മുകളിൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഒരു ബൈയിങ് കിടക്കുക. എത്രയാണ്?
13,135 മുകളിൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് സ്പോട്ടിൽ സസ്റ്റെയിൻ ചെയ്യുന്നുള്ള ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഇന്നലത്തെ PUCയെ 13,189 ഭാഗത്തേക്ക് പോകും. R1 എന്ന് പറയുമ്പം 13,189 ഭാഗത്തേക്ക് പോകും. അതിനുശേഷം R2 എന്ന് പറയുന്നത് 13,241 ഭാഗത്തേക്ക് പോകാം. എത്രയാണ്? 13,241 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ നിൽക്കുകയെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു ഹൈ ആയ 13,270 എത്രയാണ്? 13,270 ഭാഗത്തേക്കും മിഡ് ക്യാപ് നിഫ്റ്റിയെ സംബന്ധിച്ച് വരാനുള്ള ചാൻസ് കൂടുതൽ. ശരിക്കും പറഞ്ഞാൽ 13,130 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ 13,189, 13,241, 13,270 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാം. ഇനി സെല്ലിംഗ് എന്ന് പറയുമ്പോൾ 13,024 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് അതായത് 13,024 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ മിഡ് ക്യാപ്പിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ്. അപ്പം ആണെങ്കിൽ ആ സെല്ലിംഗ് എങ്ങോട്ട് പോകാം? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു ലോവർ ലെവൽ സ്ട്രക്ചർ അല്ലെങ്കിൽ 12,980 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് 12,980, 12,980 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 12,940 ഭാഗത്തേക്ക് എത്രയാണ്? 12,940 ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു PUCയെ 12,884 എത്രയാണ്? ആ PUC തൊട്ടുമുള്ള വാല്യൂരിയ ഹൈ ആയ 12,884 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാം. ചുരുക്കി പറഞ്ഞാൽ 13,024 പൊട്ടി സസ്റ്റെയിൻ ചെയ്യുന്ന മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഒരു സെല്ലിംഗ് വന്ന് 12,980, 12,940, 12,884 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇന്ന് ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡേ ആണ്. ബാങ്ക് നിഫ്റ്റി ഒരു ഫെയിൽഡ് ഓപ്ഷൻ ഒരു നോർമൽ വേരിയേഷൻ അപ്പാണ്. ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്യുവർലി പറയുകയാണെങ്കിൽ ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് വിത്ത് സ്പൈക്ക് ക്ലോസ് ആണ്. സ്പൈക്ക് അല്ല, വിത്ത് സിംഗിൾ പ്രിന്റ് ക്ലോസ് ആണ്. നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് ബാങ്ക് നിഫ്റ്റി. POC വന്നേക്കുന്നത് 55,000 ഓപ്പൺ ഓപ്ഷൻ നോർമൽ വേരിയേഷൻ അപ്പ് ഡേ. മിഡ് ക്യാപ്പ് ആണെങ്കിൽ ഓപ്പൺ ഓപ്ഷൻ ബാലൻസ് ഡേ ആണ്. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ഓപ്ഷൻ നോർമൽ വേരിയേഷൻ അപ്പ് ഡേ. POC പറയുന്നത് 55,532 ഭാഗത്താണ് POC. 55,532 ഭാഗത്താണ് POC. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൈയിങ് എമേർജ് ആയ പ്രൊഫൈലാണ് ഇന്നത്തെ. ഇനി 55,666 മുകളിൽ മാത്രം ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. 55,666 മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. സോ ഫസ്റ്റ് ടാർഗറ്റ് 55,815 ഭാഗത്തേക്ക് വരാം. 55,815, 55,815 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 55,975 ഭാഗത്തേക്ക് ചെറിയൊരു ചേഞ്ചസ് ഉണ്ട്. തേർഡ് ടാർഗറ്റ് സെയിം അതാണ്, 56,152 ഭാഗത്തേക്ക് വരാം. ഇനി സെല്ലിങ്ങിനും സെയിം ആണ്. 55,170 താഴെ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് സെല്ലുള്ളൂ. അത് 55,000, 54,786, 54,600 എന്ന് പറഞ്ഞ ഈ ഒരു ലെവലിന്റെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. സെല്ലിംഗ് ഞാൻ എടുക്കുന്നത് ഇന്നത്തെ ലോവർ ലെവലിന് താഴെ മാത്രം, 55,170 താഴെ മാത്രമേ ഒരു ലോവർ ലെവൽ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ 55,000, 54,786, 54,600 ഭാഗത്തേക്ക് വരാം. ഇല്ല എങ്കിൽ ഈ 55,666നും 55,170 ഇടയ്ക്ക് വീണ്ടും ഒരു ബാലൻസ് തരാനുള്ള ചാൻസ് ആണ് ബാങ്ക് നിഫ്റ്റിക്ക് ഞാൻ കാണുന്നത്. അതാണ് തമിഴിൽ പറഞ്ഞിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി വീണ്ടും റേഞ്ച് ആയോ ചോദിച്ചതിന് ആൻസർ. ബാങ്ക് നിഫ്റ്റി 55,666 പൊട്ടിയില്ലെങ്കിലോ 55,170 പൊട്ടിയില്ലെങ്കിലോ ഇവിടെ ഒരു റേഞ്ച് തന്ന് ഒരു ബാലൻസ് ഫോർമേഷൻ തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇന്ന് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു പക്ക ഒരു ന്യൂട്രൽ ഡേ ആണ്. രണ്ട് സൈഡിലും ബ്രേക്ക് ചെയ്ത് പെർഫെക്റ്റ്ലി ഒരു ബാലൻസ് എന്ന ദിവസമാണ്. ഒരു ന്യൂട്രൽ ഡേ ആണ്. 25,187 ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. ന്യൂട്രൽ ഡേ ഓപ്പണിംഗ് ആണ്. 25,187 ആണ് നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത്. സോ ഞാൻ ആദ്യം POC ഒന്ന് മാർക്ക് ചെയ്ത് 25,187 ആണ് POC വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് ആ POC അവിടെ തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി എടുക്കുന്ന 25, കൃത്യമായി പറയുകയാണെങ്കിൽ 25,231 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കൂ. അത്രയാണ് 25,235 മുകളിൽ 25,235 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിഫ്റ്റിക്ക് ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഈ നേരത്തെ POC 25,298 ഭാഗത്തേക്ക് പോകാം. ഫസ്റ്റ് ടാർഗറ്റ് 25,298 ഭാഗത്തേക്ക് പോകാനും സെക്കൻഡ് ടാർഗറ്റ് 25,328 25,328 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു POC ആയ ഏറ്റവും ഇമ്പോർട്ടന്റ് എത്രയാണ് 25,000
25,366 R3 എന്ന് പറയുമ്പോൾ 25,366 R3 25,366 ഭാഗത്തേക്കും പോവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ 25 to 35 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബൈയിങ് എമർജ് ആയി ആ ബൈയിങ് എങ്ങോട്ട് പോകും? 25,298, 25,328, 25,366 ഭാഗത്തേക്ക് വരാം. ഇനി ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വ്യക്തമായിട്ട് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനൊരു ബെയറിഷ് എടുക്കുമ്പോൾ ഇന്നത്തെ ലോവർ ലെവലിന് താഴെ മാത്രം എടുത്തിട്ടേ വല്ല കാര്യമുള്ളൂ. സോ 25,119 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 25,100 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിഫ്റ്റിയിൽ സെല്ലിങ്ങിനെ കുറിച്ച് നിൽക്കും. 25,100 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ അത് ഫസ്റ്റ് എവിടെ പോവാ? 25,058 ഫസ്റ്റ് ടാർഗറ്റ് 25,058 ഭാഗത്തേക്ക് 25,058 ഭാഗത്ത് 25,058 ഭാഗത്തേക്ക് വരാനും സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ 25,000 എന്നുള്ള ബിഗ് റൗണ്ട് നമ്പറിന്റെ ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അത് ഈ ഒരു കാര്യം എത്രയാണ്? 24,947 എത്രയാണ്? 24,947 ഭാഗത്ത് 24,947 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 25,100 പൊട്ടുകയാണെങ്കിൽ മാത്രമേ നിഫ്റ്റി സെല്ലിങ്ങിനെ കുറിച്ച് എടുത്ത് അത് 25,058, 20,000, 24,947 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ ഞാൻ എൻ്റെ അറിയിപ്പ് കാര്യങ്ങളും ഞാൻ എന്റെ മാർക്കറ്റിനെ കുറിച്ചുള്ള വ്യൂ മാത്രമാണ് കൃത്യമായിട്ട് പറയുന്നത്. സോ നിഫ്റ്റി ഒരു നോർമൽ ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, ന്യൂട്രൽ ഡേ ആയിരുന്നു ഡേ ടൈപ്പ്. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, നോർമൽ ബേരിഷ് അപ് ഡേ വിത്ത് സ്പൈക്ക് ക്ലോസ്. ഈ 55,532 താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വന്ന സിംഗിൾ പ്രിന്റ് ആയ 55,370 വരെയും ബാങ്ക് നിഫ്റ്റിക്ക് ആ സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാനുള്ള ട്രേഡ് സെറ്റപ്പ് ആക്റ്റീവായിട്ട് വരും. മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയുന്നത് ഓപ്പൺ ഓപ്ഷൻ ആണ്, ഒരു ബാലൻസ് ഇന്നത്തെ സെല്ലിങ്ങിന് ശേഷം ഒരു പക്ക ഒരു ബാലൻസ് ഫോർമേഷൻ ഇവിടെ ബാങ്ക് മിഡ് ക്യാപ്പ് തരുന്നു ചുരുക്കി പറഞ്ഞാൽ. സോ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് 13,127 മുകളിൽ ബാങ്ക് മിഡ് ക്യാപ്പ് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ ഇന്ന് വന്ന ലോവർ ലെവൽ ഒരു ഫെയിൽഡ് ഓപ്ഷൻ അറ്റാക്ട് ചെയ്ത് അത് വേണമെങ്കിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് തരാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. സോ ഈ വീഡിയോ കാണുക, നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കുക, ദയവായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റും ലൈക്കും ഒക്കെ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പോസിറ്റീവായ ഒരു ഹെൽപ്പ്. അത് മാക്സിമം ആ പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ.